മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാതിസ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. ജിഹാദികളുമായി മനസ്സിണക്കപ്പെട്ട സുനിത ദേവദാസ് അഥവാ സുഡാപ്പി സുനിത എന്ന മാപ്രയുടെ യൂട്യൂബ് ചാനലിൽ പോയിരുന്ന് ജിഹാദികൾക്ക് വേണ്ടി ബൈബിൾ ദുർവ്യാഖ്യാനം ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനോൻ മിലിത്തിയോസ് മെത്രാപ്പൊലീത്തയുടെ വികലവാദങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ഇതിനു മുൻപ് ഇയാളുടെ വിവരക്കേടും കള്ളത്തരവും തുറന്നു കാണിക്കുന്ന 2 വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നെങ്കിലും അത് ക്ലബ് ഹൗസിലായിരുന്നു, ചർച്ചയായിട്ടാണ് അത് ചെയ്തത്. അതിന്റെ ലൈവ് ഞങ്ങളുടെ ചാനലിലേക്ക് കൊടുക്കുകയായിരുന്നു. എന്നാൽ ഈ ക്ലിപ്പിന് മറുപടി ക്ലബ് ഹൗസിൽ ചെയ്യുന്നതിനേക്കാൾ മുഖം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയി തന്നെ ചെയ്യണം എന്ന ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ഹിന്ദു മതസ്ഥരായ മാതാപിതാക്കൾക്ക് ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്റെ 21ാമത്തെ വയസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഞാനൊരു ക്രിസ്ത്യാനിയായി തീർന്നത്. ക്ലബ് ഹൗസിൽ കുറെ കത്തോലിക്കരും ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും ഒക്കെ എന്നെയും ഷിജുമോൻ തങ്കപ്പൻ ബ്രദറിനെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യപ്പനും തങ്കപ്പനും ഒന്നും ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കാനായിട്ടില്ലടാ എന്ന്. അയ്യപ്പന്റെന്നും തങ്കപ്പന്റെന്നും ബൈബിൾ പഠിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾക്ക് ബൈബിൾ പഠിപ്പിച്ചു തരാൻ അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ ഉണ്ടടാ എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. ഇത് ഞാൻ വളരെ മാന്യമായ ഭാഷയിലാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നുമല്ല. അവർ പറയുന്ന ക്ലിപ്പ് അങ്ങനെ തന്നെ ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റുന്നതല്ല, അത്രയും മോശമാണ്. മാത്രമല്ല ജാതി അധിക്ഷേപവും ഉണ്ട്. തെറിവിളിയോടൊപ്പം തന്നെ ജാതി അധിക്ഷേപത്തിന്റെ അകമ്പടിയും ഉണ്ട്. കണ്ട പുലയനും പറയനും ഒന്നും ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ലടാ എന്ന രീതിയിലാണ് അവർ സാധാരണയായി പറയാറുള്ളത്. അധികവും കത്തോലിക്കരാണ് ജാതി അധിക്ഷേപം നടത്താറുള്ളത്. മോശമായ രീതിയിൽ തെറിവിളി ആയാലും ജാതി അധിക്ഷേപം ആയാലും യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും ഇല്ലെന്നല്ല, പക്ഷെ കൂടുതലും കത്തോലിക്കരാണ് അതൊക്കെ ചെയ്യാറുള്ളത്. ഇവരിങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ കേൾപ്പിക്കാൻ പോകുന്ന ഈ മിലിത്തിയോസ് മേത്രാന്റെ ക്ലിപ്പ് അത് ക്ലബ് ഹൗസിൽ ചർച്ച ചെയ്യാൻ നിൽക്കാതെ മുഖം കാണിച്ച് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ഞങ്ങൾക്ക് ബൈബിൾ പഠിപ്പിച്ചു തരാൻ ആൾക്കാരുണ്ടടാ എന്നും പറഞ്ഞ് ഇവർ അഹങ്കരിക്കുന്ന വലിയ പുള്ളികള് എങ്ങനെയാണ് ബൈബിളിനെ കാണുന്നത്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെയൊക്കെയാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മുഖം കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി. ഇസ്രായേൽ ജനം മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന സംഭവത്തെക്കുറിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനോൻ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത സുനിതയുടെ ചാനലിൽ ചെന്നിരുന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈജിപ്തിൽ കുടിയേറി തുടക്കത്തിൽ അവർക്ക് നല്ലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഭരണം മാറുന്നതോടുകൂടെ ഇവരെ അവിടുത്തെ കൺസ്ട്രക്ഷൻ സൈറ്റില് തൊഴിലാളികളാക്കുകയാണ് ചെയ്തത്. അത് പിത്തോം 2ാമൻ രാജാവിന്റെ പിത്തോം എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് നൈൽ നദിയുടെ തീരത്താണ്, മെൻസിസ് 2ാമൻ എന്ന് പറയുന്ന രാജാവിന്റെ കാലത്താണ് ഇവര് അടിമകളാകുന്നത്. ഈ അടിമത്വം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇവരുടെ സ്വത്വത്തിന് നിരക്കുന്നതല്ല, നിരന്തര സഞ്ചാരികളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി. ആ റെസിസ്റ്റൻസിന് കുറെ കാലം വേണ്ടി വന്നു ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അത് മോശയുടെ നേതൃത്വത്തിലാണ് വരുന്നത്. മേത്തന്മാർക്ക് റാൻ മൂളുന്ന ഈ മേത്രാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ ചെന്ന് അടിമകളായി മാറിയത് അവരുടെ സ്വത്വത്തിന് നിരക്കുന്നതല്ല, അവർ നിരന്തര സഞ്ചാരികളായിരുന്നു അഥവാ നാടോടികളായിരുന്നു. അതുകൊണ്ട് തന്നെ അടിമത്തത്തിനെതിരായിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ ഒരു സ്വാഭാവിക പ്രതിരോധം ഉണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് അവർ ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത്. മോശയുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ മക്കളുടെ ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടായതെന്നാണ് മേത്ത് റാൻ പറയുന്നത്. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല.
ഇയാൾ ഇവിടെ സെൽഫ് കോൺട്രാഡിക്ഷൻ, സ്വയം ഖണ്ഡനം നടത്തുന്നുണ്ട്. അടിമത്തം എന്നുള്ളത് ഇസ്രായേൽ മക്കളുടെ സ്വത്വത്തിന് നിരക്കുന്നതല്ല, അതുകൊണ്ട് സ്വാഭാവികമായ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് അതിന് കുറെ കാലം വേണ്ടി വന്നു എന്നാണ്. കുറെ കാലം, അതായത് ഇയാൾ പറയുന്നത് സത്യമാണെങ്കിൽ ഈ കുറെ കാലമൊന്നും വരില്ല. അവരുടെ സ്വത്വത്തിന് നിരക്കാത്തൊരു കാര്യമാണെങ്കിൽ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ അവരെ പിടിച്ചുകൊണ്ടുപോയ അല്ലെങ്കിൽ അവരെ അടിമകളാക്കിയ ആ സമയം മുതൽ തന്നെ പ്രതിരോധം ഉണ്ടാകേണ്ടതാണ്. അതുണ്ടായിട്ടില്ല. അയാൾ പറഞ്ഞ അതിന് കുറെ കാലം വേണ്ടി വന്നു. ബൈബിൾ അറിയാത്ത ആൾക്കാർ ചിന്തിക്കുക കുറെ കാലം എന്ന് പറയുമ്പോൾ ഒരു 10, 20, 30 കൊല്ലം അല്ലെങ്കിൽ ഒരു 50 കൊല്ലം. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്ത്, ആ അടിമകളാകുന്ന സമയത്ത് കുഞ്ഞുങ്ങളായിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വളർന്നു വലുതായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു 40 കൊല്ലമൊക്കെ കഴിഞ്ഞ് പ്രതിരോധം ഉണ്ടായി വന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുക ബൈബിൾ അറിയാത്തവർക്ക്. പക്ഷെ കൃത്യം എത്രയാണെന്ന് ഇയാൾ പറയുന്നില്ല. ഈ കുറെ കാലം എന്ന് പറഞ്ഞാൽ എത്ര കാലമാണെന്ന് ഈ മേത്രാൻ പറയുന്നില്ല. ആ ചോദ്യം നമ്മൾ ബൈബിളിനോട് ചോദിച്ചാൽ ബൈബിൾ നമുക്ക് തരുന്ന ഉത്തരവുണ്ട്. എത്ര കാലമാണെന്ന് അറിയാമോ? 40 കൊല്ലം അല്ല, 50 കൊല്ലമൊന്നും അല്ല, 430 കൊല്ലം എന്നാണ്. നീണ്ട 430 കൊല്ലം, ഏതാണ്ട് ഒരു 4.5 നൂറ്റാണ്ടിനടുത്ത്. 20 കൊല്ലം കൂടിയായ 4.5 നൂറ്റാണ്ട് തികയും. അത്രയും കൊല്ലം അവരുടെ ആ സ്വത്വത്തിന് നിരക്കാത്ത ആ അടിമത്തത്തിൽ അവർ കഴിയായിരുന്നു എന്നാണ് ഇയാൾ ഈ പറഞ്ഞത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 41, 42 വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം അവിടെ അടിമകളായിരുന്നു, അല്ലെങ്കിൽ മിസ്രൈമിൽ ഇരുന്ന കാലം എത്രയാണെന്നുള്ളത് പറയുന്നുണ്ട്. ഞാനത് വായിക്കാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങൾ ഒക്കെയും മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടു. പുറപ്പാട് പുസ്തകം 12-ന്റെ 41, 42 വാക്യങ്ങൾ. മേത്രാൻ പറയുന്നതേ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ദേശാന്തരികളായിരുന്ന, അടിമത്വം പോയിട്ട് ഒരിടത്ത് സ്ഥിരതാമസം പോലും നടത്താൻ ഇഷ്ടപ്പെടാതിരുന്ന ഇസ്രായേൽ ജനം ഈജിപ്തിലെത്തിയിട്ട് 430 കൊല്ലം അവിടെ താമസിച്ചിരുന്നു എന്നാണ്. ഈ 430-ൽ കുറെ വർഷം അവർ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചെങ്കിലും പിന്നീട് അവർ അടിമകളായി മാറി. അപ്പോഴും നൂറ്റാണ്ടുകളോളം അടിമകളായിട്ട് അവരവിടെ താമസിച്ചിരുന്നു. അതാണ് അയാൾ പറയുന്നത്. ആ അത്രയും നൂറ്റാണ്ടുകളിൽ അടിമകളായി ജനിച്ച് ജീവിച്ച് മരിച്ച പല തലമുറകളിൽപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനങ്ങൾക്കാർക്കും തന്നെ അടിമത്തത്തിനെതിരെയുള്ള സ്വത്വബോധം ഉണർന്നില്ല. ഇയാൾ പറയുന്നത് അവരുടെ സ്വത്വത്തിന് നിരക്കുന്നതല്ല എന്നാണല്ലോ അടിമത്തം. ഈ ഇത്ര ആളുകൾക്ക് നൂറ്റാണ്ടുകളോളം അവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ, അടിമകളായി തന്നെ മരിച്ചുപോയ ആൾക്കാർക്കൊന്നും സ്വത്വബോധം ഉണർന്നില്ല. അവരെല്ലാം അടിമത്തത്തെ അംഗീകരിച്ചു. അത് കഴിഞ്ഞ് പിന്നീടാണ് മോശയുടെ കാലത്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ സ്വത്വത്തിന് നിരക്കുന്ന പരിപാടിയല്ലല്ലോ, നമ്മളിങ്ങനെ അടിമകളായിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് നമുക്കൊരു പ്രതിരോധം ഉണ്ടാകും, ഒരു റെസിസ്റ്റൻസ്, ഒരു വിപ്ലവം, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി, വിമോചിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ഫറവോനെതിരെ ഒരു വിപ്ലവം നടത്താം, ഒരു പ്രതിരോധം അവരിൽ നിന്നുണ്ടായി. അതാണ് ഇയാൾ പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാരൊന്നും ബൈബിൾ വായിച്ചിട്ടില്ല, ഇവർക്ക് ബൈബിൾ എന്താണെന്ന് അറിഞ്ഞൂടാ, ഇവരൊക്കെ ആ കുപ്പായ ഇട്ട് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ബൈബിളിന്റെ അകത്ത് എന്താണുള്ള കാര്യമൊന്നും ഇവർക്ക് അറിഞ്ഞൂടാ, ഇവർ വായിച്ചിട്ടില്ല, ഇവർക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. ഈജിപ്തിലെ അടിമത്തത്തിന്റെ കാലത്ത് ഇസ്രായേൽ ജനത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധമായ റെസിസ്റ്റൻസും ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. അവര് കരയുകയും ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മേത്തന്മാർക്ക് റാൻ മൂളുന്ന ഇയാൾ പറയുന്നത് പോലെ അടിമത്തത്തിനെതിരെയുള്ള ഒരു പ്രതിരോധം അവരിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഞാനത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. ഇയാളുടെ സെൽഫ് കോൺട്രാഡിക്ഷൻ ഒന്നുമല്ല എന്റെ വിഷയം. ഇയാൾ ഈ പറഞ്ഞ കാര്യം എത്രമാത്രം ബൈബിൾ വിരുദ്ധമാണ്, എത്രമാത്രം ദൈവനിന്ദയാണെന്നുള്ളതാണ് എന്റെ വിഷയം. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇയാൾ പറയുന്നത് സഞ്ചാരികളായിരുന്ന ഇസ്രായേൽ ജനം അവരുടെ അലഞ്ഞുതിരിയലിന്റെ ഭാഗമായി ഈജിപ്തിൽ എത്തപ്പെടുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും പിൽക്കാലത്ത് അടിമകളായി മാറുകയുമായിരുന്നു എന്നാണല്ലോ. ഈ മേത്രാൻ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല. ഇയാൾ ബൈബിൾ വായിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഇയാൾ ബൈബിളിൽ വിശ്വസിക്കുന്ന ആളല്ല. കാരണം ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ബൈബിൾ വ്യക്തമായിട്ട് കാര്യം പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ ഈജിപ്തിലെ അടിമത്തം ഇയാൾ പറയുന്നത് പോലെ യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല. അവര് ചുമ്മാ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ഈജിപ്തിലെത്തി, എന്നാൽ ശരി ഇനി കുറെ നാൾ ഈജിപ്തിൽ താമസിക്കാം എന്നും പറഞ്ഞ് ഈജിപ്തിൽ താമസിച്ചു, പിന്നീട് അടിമകളായിട്ട്, അങ്ങനെയൊന്നുമല്ല. അത് നടക്കുന്നതിനും അവർ അടിമകളായി പോകുന്നതിനും പല തലമുറകൾക്ക് മുമ്പേ തന്നെ ദൈവം പ്രവചിച്ചിരുന്ന ഒരു കാര്യമാണത്.
യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല, ഇങ്ങനെ സംഭവിക്കുമെന്ന് ദൈവത്തിന് മുന്നമേ അറിയാവുന്നതുകൊണ്ട് തന്നെ ദൈവം അത് മുമ്പേ പറഞ്ഞിട്ടുമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോടാണ് പറയുന്നത്. അബ്രഹാമുമായിട്ടൊരു ഉടമ്പടി ദൈവം ചെയ്യുന്നുണ്ട്. ആ ഉടമ്പടി ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് ഉൽപ്പത്തി 15-ന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെ. യാക്കോബിന്റെ മക്കളും അവരുടെ മക്കളും അടിമകളായി പോകുമെന്ന് യാക്കോബിന്റെ അപ്പനുണ്ടല്ലോ ഇസഹാക്ക്, ആ ഇസഹാക്കിന്റെ അപ്പനുണ്ടല്ലോ അബ്രഹാമിനോടാണ് ദൈവം പറയുന്നത്. ഇത് പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിന് അറിയാം, ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ. അതുകൊണ്ട് ദൈവം മുന്നമേ പറഞ്ഞു. ആ പ്രവചനം നിറവേറിയതായിട്ടല്ല മേത്രാൻ കാണുന്നത്. സഞ്ചാരികളായിരുന്നത് കൊണ്ട് ഇസ്രായേൽ മക്കൾ ഈജിപ്തിലേക്ക് കുടിയേറി അവിടെ താമസം ആരംഭിച്ച് പിൽക്കാലത്ത് അടിമകളായി പോയതായിട്ടാണ്. ഇയാളുടെ ബൈബിൾ പരിജ്ഞാനം ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇയാൾ ഇത്രയേ വിശ്വസിക്കുന്നുള്ളൂ. അതിനൊന്നും ഒരു വിലയും ഇവർ കൊടുക്കുന്നില്ല. ദൈവവചനത്തിന് ഒരു വിലയും ഈ കുപ്പായിട്ട ടീമുകൾ കൊടുക്കുന്നില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അതും പോട്ടെ എന്ന് വെക്കാം. അടുത്തതായി ഇയാൾ എന്താണ് പറയുന്നത്? അടിമത്തം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇസ്രായേൽ ജനങ്ങളുടെ സ്വത്വത്തിന് നിരക്കാത്തതായതുകൊണ്ട് സ്വാഭാവികമായി അവരിൽ നിന്ന് അടിമത്തത്തിനെതിരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി. മോശയുടെ നേതൃത്വത്തിലാണ് ആ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നതെന്നാണ്. നമുക്ക് ആ ക്ലിപ്പ് ഒന്നുകൂടി കേട്ടു നോക്കാം. ഈ അടിമത്വം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇവരുടെ സ്വത്വത്തിന് നിരക്കുന്നതല്ല, നിരന്തര സഞ്ചാരികളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി. ആ റെസിസ്റ്റൻസിന് കുറെ കാലം വേണ്ടി വന്നു ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അത് മോശയുടെ നേതൃത്വത്തിലാണ് വരുന്നത്. ഇത് വെറും വിവരക്കേടല്ല. അങ്ങനെ വിവരക്കേട് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന സംഗതിയല്ല. ഇത് ഒന്നാന്തരം ദൈവദൂഷണമാണ്. മനസ്സിലായോ? ബ്ലാസ്ഫെമി, ദൈവദൂഷണം. ഈ ദൈവദൂഷണം പറഞ്ഞത് ഒരു സാധാരണക്കാരനല്ല. ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രമാത്രം രോഷം വരില്ലായിരുന്നു. മെത്രോപൊലീത്ത എന്നും പറഞ്ഞ് ഒരു സഭയുടെ നേതൃസ്ഥാനത്ത് ഞെളിഞ്ഞിരിക്കുന്ന ഒരുത്തനാണ് ഈ ദൈവദൂഷണം പറഞ്ഞതെന്ന് ഓർക്കണം. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം നമ്മൾ എടുക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് മാത്രം നമ്മൾ എടുത്തു. ഒരു 5 അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 3 എത്ര ആണെങ്കിലും എടുക്കുക. അങ്ങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ മിസ്രയീമിനെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന സംഭവമാണ്. അതാണ് ഇസ്രായേലിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ആ പുറപ്പാട് മുതലാണ്. അവിടുന്ന് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അങ്ങനെയുള്ള പിന്നീട് ഒന്നുമില്ല. അതില്ലായിരുന്നെങ്കിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് ഇല്ലായിരുന്നെങ്കിൽ പിന്നീട് വരുന്ന കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായോ? എന്നാലും ഞാൻ അതൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. സുഡാപ്പി സുനിതയുടെ ചാനലിൽ ഇരുന്ന് മേത്രാൻ തള്ളിമറിച്ചതുപോലെ ഇസ്രായേലിയർ നാടോടികളായതുകൊണ്ട് ഈജിപ്തിലേക്ക് അലഞ്ഞു തിരിഞ്ഞെത്തിയതല്ല. കനാൻ ദേശത്ത് ഭയങ്കരമായ ക്ഷാമം ഉണ്ടായപ്പോൾ ഇടയന്മാരായിരുന്ന അവരുടെ പൂർവ്വപിതാക്കന്മാർ ഭക്ഷണ പദാർത്ഥങ്ങൾക്കായി ഈജിപ്തിലേക്ക് വരികയും ഗോശൻ ദേശത്ത് പാർപ്പുറപ്പിക്കുകയും ചെയ്തു. യാക്കോബിന്റെ മകൻ യോസേഫ് ആ സമയത്ത് ഈജിപ്തിന്റെ മേലധികാരിയായിരുന്നത് കൊണ്ടാണ് അവർക്ക് അവിടെ താമസിക്കാൻ സാധിച്ചത്. ആ മഹാക്ഷാമത്തിന്റെ കാലത്ത് എല്ലാ ദേശങ്ങളിൽ നിന്നും ആളുകൾ ആഹാരം കൈക്കൊള്ളുവാൻ മിസ്രയീമിൽ വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അവസാനിക്കുന്നത്. ഇങ്ങനെ ആഹാരം വാങ്ങാൻ ഈജിപ്തിൽ വന്നിരുന്ന ആരും തന്നെ ഈജിപ്തിൽ താമസമാക്കിയതായി നാം കാണുന്നില്ല. അങ്ങനെ താമസിക്കാൻ പറ്റുകയും ഇല്ലായിരുന്നു. ഈ മേത്രാം തള്ളിമറിക്കുന്നത് പോലെ അങ്ങനെ നാടോടികളായി വന്ന ആൾക്കാർക്ക് അങ്ങനെ താമസിക്കാനൊന്നും അവിടെ പറ്റില്ലായിരുന്നു. കാരണം ഇന്നത്തെ അമേരിക്കയ്ക്ക് തുല്യമായിരുന്നു അന്നത്തെ ഈജിപ്ത് എന്ന് പറയുന്നത്. അത്രയ്ക്ക് സമ്പൽ സമൃദ്ധമായ, അത്രയ്ക്ക് ശക്തിമത്തായ ഒരു പവർഫുൾ സാമ്രാജ്യം. മേത്രാൻ പറയുന്നത് പോലെ നാടോടികൾക്ക് അങ്ങോട്ട് ഓടിച്ചെന്ന് അവിടെ താമസിക്കാനൊന്നും പറ്റുമായിരുന്നില്ല. യോസേഫ് മിസ്രയീമിനും ഫറവോന്റെ ഗൃഹത്തിനും മേലധികാരിയായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്രായേലിയരുടെ പൂർവ്വപിതാക്കന്മാർക്ക്
അന്ന് ഈജിപ്തിലെ ഗോഷൻ ദേശത്ത് താമസിക്കാൻ സാധിച്ചത്. ഈജിപ്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ഇസ്രായേൽ മക്കൾ സന്താനപുഷ്ടിയുള്ളവരായി വളർന്നു വന്നു. ഏകദേശം 10-12 തലമുറകൾ കൊണ്ട് ഇസ്രായേൽ മക്കൾ പുരുഷന്മാർ മാത്രം 6 ലക്ഷം പേരായി വർദ്ധിച്ചു. പുറപ്പാട് 12:37 നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റമസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു എന്ന്. ഇവരുടെ അമിതമായ ഈ വർധനവ് ഭരണാധികാരികളുടെ അസൂയയ്ക്കും ഭയത്തിനും കാരണമായി. അപ്പോഴേക്കും യോസഫിന്റെ കാലത്തുണ്ടായിരുന്ന ആ ഡൈനാസ്റ്റി, ആ രാജവംശ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരുന്നു. പുതിയ ഒരു ഡൈനാസ്റ്റി അധികാരത്തിലെത്തുകയാണ്. അവർ ഇസ്രായേലിനെ വളരെയധികം പീഡിപ്പിക്കുകയും അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഈ കഷ്ടപ്പാടും ദുരിതവും കാരണം ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. യഹോവയായ ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത നിയമം ഓർത്തു. ആ ഭാഗം ഞാൻ വായിക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യം. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ ദൈവം കത്തുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ മോശയെ നിയോഗിച്ചു. ആ ഭാഗവും ഞാൻ വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. മോശെ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇസ്രായേൽ മക്കൾ ആരും തന്നെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാതൊരു വിധമായ റെസിസ്റ്റൻസും നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത പോലും അവർക്കില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം കൊണ്ടോ വിപ്ലവം കൊണ്ടോ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നവർക്കറിയാമായിരുന്നു. നേരെ മറിച്ചാണ് സംഭവിക്കുക എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നതാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം തങ്ങൾ നടത്തിയാൽ രക്ഷപ്പെടില്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ ജീവിതം കൂടുതൽ കഷ്ടത്തിലാകും എന്ന ബോധത്തിലാണ് അവരുള്ളത്. അവരാ നാട്ടിൽ ജീവിക്കുന്നവരാണ്. ഫറവോന്റെ ഭ്രാന്ത് അല്ലെങ്കിൽ ഫറവോൻ എങ്ങനെയുള്ളവനാണെന്ന് അവരറിയാത്തതൊന്നും അല്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ കഷ്ടപ്പാടാവും. അതിന്റെ തെളിവ് ഞാൻ പുറകെ തരാം, വെറുതെ പറയുന്നതൊന്നുമല്ല. എന്നാൽ നമുക്ക് ഇപ്പൊ പറഞ്ഞു വന്നത് തുടരാം. ഇങ്ങനെ മോശയെ യഹോവ ഈജിപ്തിലേക്ക് അയക്കുന്നു. മോശെ ഈജിപ്തിൽ ചെന്ന് ആദ്യം അഹരോനെ കാണുന്നു. അതിനുശേഷം ഇസ്രായേൽ ജനത്തിന്റെ തലവന്മാരെയും കാണുന്നു. രണ്ടുപേരും പോയി കാണുകയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലാണ് ഞാൻ വായിക്കാം. പിന്നെ മോശയും അഹരോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ ഒക്കെയും കൂട്ടിവരുത്തി. യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹരോൻ പറഞ്ഞു കേൾപ്പിച്ചു. ജനം കാണെ ആ അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പോൾ ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർക്കെല്ലാം സന്തോഷമായി. നീണ്ട കാലത്തെ അടിമത്തത്തിൽ നിന്നും അല്ലെങ്കിൽ തലമുറയായുള്ള അടിമത്തത്തിൽ നിന്ന്
ദൈവം തങ്ങൾക്ക് വിടുതൽ തരാൻ പോകുന്നു എന്നോർത്ത് അവര് സന്തോഷിച്ചു. അങ്ങനെ മോശയും അഹരോനും കൂടി ഫറവോയുടെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാൻ യഹോവയായ ദൈവം ഫറവോനോട് കൽപ്പിച്ചിരിക്കുന്നു എന്നറിയിക്കുന്നു. സ്വാഭാവികമായും ഫറവോൻ അത് അംഗീകരിക്കുന്നില്ല. ഞാൻ ആ ഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിനവർ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. മിസ്രയീം രാജാവ് അവരോട്, മോശെ, അഹരോനെ, നിങ്ങൾ ജനങ്ങളുടെ വേല മിനക്കെടുത്തുന്നത് എന്ത്? നിങ്ങളുടെ ഊഴിയ വേലയ്ക്ക് പോകുവിൻ എന്ന് പറഞ്ഞു. പുറപ്പാട് 5-ന്റെ 2 മുതൽ 4 വരെ. ഏതായാലും ഇസ്രായേൽ ജനങ്ങളെ വിട്ടയക്കണം എന്ന് മോശയും അഹരോനും വന്ന് തന്നോട് പറഞ്ഞത് ഫറവോന് ഇഷ്ടപ്പെട്ടില്ല. അവൻ ഇസ്രായേൽ ജനത്തിന്റെ അധ്വാനവും കഷ്ടപ്പാടും കൂട്ടാൻ വേണ്ടി തന്റെ ഉദ്യോഗസ്ഥന്മാരോട് കൽപ്പിക്കുകയാണ്. ഞാൻ അത് വായിക്കാം. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ഫറവോൻ ജനത്തിന്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചതെന്തെന്നാൽ, ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്. അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തണം, ഒട്ടും കുറയ്ക്കരുത്. അവർ മടിയന്മാർ, അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത്. അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ, അവർ അതിൽ കഷ്ടപ്പെടട്ടെ, അവർ വ്യാജവാക്കുകൾ കേൾക്കരുത്. പുറപ്പാട് 5-ന്റെ 6 മുതൽ 10 വരെ. പുരാതന കാലത്ത് ബാബിലോണിലും ഇസ്രയേലിലും നിനവേയിലും കനാനിലും ഒക്കെ ഇഷ്ടിക നിർമ്മിച്ചിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ ബാബിലോണിലെ ഇഷ്ടികകള് ചൂളയിൽ ചുട്ടെടുക്കുന്നവയായിരുന്നു. ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടിക ചൂള. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഇഷ്ടിക ചൂളയിലൊക്കെ പണിയെടുത്തുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടിക ചൂളയിൽ ചുട്ടെടുത്തവയായിരുന്നു. എന്നാൽ മിസ്രൈമിലും നിനവേയിലും ഇഷ്ടികകളെ വെയിലിൽ ഉണക്കിയെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ചുട്ടെടുക്കാത്ത കട്ടകളാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഉറപ്പും ബലവും കൂട്ടാനും അവ പിളർന്നു വീഴാതിരിക്കാനും വേണ്ടിയാണ് പുല്ലോ മുറിച്ച വൈക്കോലോ ചേർത്ത് കാലുകൊണ്ട് ചവിട്ടിക്കുഴച്ച് ഇഷ്ടിക നിർമ്മിച്ചിരുന്നത്. ഈ ചെളിയിൽ വൈക്കോല് ചേർക്കുമ്പോൾ വൈക്കോലിൽ നിന്നുണ്ടാകുന്ന അമ്ലം മണ്ണിനെ കൂടുതൽ അയവുള്ളതും പിന്നീട് ഉണങ്ങിക്കഴിയുമ്പോൾ ഏറെ കടുപ്പമുള്ളതുമാക്കി മാറ്റും. കാലത്ത് അതിജീവിച്ച് നിലനിൽക്കുന്നതാണ്. നല്ല കടുപ്പമുള്ളതായിട്ട് മാറും. അത്തരം ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച മതിലുകളുടെയും ക്ഷേത്രങ്ങളുടെയും സംഭാര നഗരങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഈജിപ്തിൽ ഇന്നും കാണാനായിട്ട് സാധിക്കും. അവ ഈ തകർന്നു പോയിരിക്കുന്നത് തന്നെ കാലപ്പഴക്കം കൊണ്ടല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാലപ്പഴക്കം കൊണ്ടല്ല ഈജിപ്തിലെ പുരാതനമായ പല നിർമ്മാണങ്ങളും തകർന്നു പോയത്. മുസ്ലിങ്ങൾ തകർത്ത് കളഞ്ഞതാണ്. ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന് അധികാരം കിട്ടിയ കുറച്ചു കാലത്തേക്ക് അവര് മൊസൂളിലും തിക്രത്തിലും മറ്റുമൊക്കെയുള്ള പല പുരാതന നിർമ്മിതികളും തകർത്ത് കളഞ്ഞതിന്റെ വീഡിയോയൊക്കെ നമ്മൾ കണ്ടതാണ്. ഫോട്ടോസ് കണ്ടിരുന്നു, വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ആദ്യമായിട്ട് ഈജിപ്ത് ഈ ഇസ്ലാമിക സൈന്യത്തിന്റെ കീഴിലേക്ക് വന്ന സമയത്ത് അവര് വളരെ വിപുലമായ നശീകരണ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതെല്ലാം ഹറാമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അള്ളാഹ്ക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന പല ബിൽഡിങ്ങുകൾ അധികവും ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിനോട് ബന്ധപ്പെട്ട് മതപരമായിട്ടൊക്കെ ഉള്ള ബിൽഡിങ്ങുകളാണ്. പിന്നെ ലൈബ്രറി, അലക്സാണ്ട്രിയൻ ലൈബ്രറിയുടെ ഒക്കെ ചരിത്രം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 6 മാസം എടുത്തു കത്തിത്തീരാൻ. 6 മാസം. അത്ര വിപുലമായിരുന്നു ആ ലൈബ്രറി. അപ്പൊ അതുപോലെ അവര് പലതും നശിപ്പിച്ചിട്ടുണ്ട്. ഈ ഇഷ്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് അത് നശിപ്പിച്ചത്. ഏതായാലും ഇന്നത്തെ ഈജിപ്തിലെ ഭരണാധികാരികളെ സംബന്ധിച്ച് വിനോദസഞ്ചാരം വഴി വിദേശ നാണ്യം നേടിത്തരുന്ന പൊന്മുട്ടയിടുന്ന താറാവുകളാണ് ഈ പുരാതന നിർമ്മിതികൾ. അപ്പൊ അത് മനസ്സിലായതുകൊണ്ട് ഈ ഭരണാധികാരികൾ ഇന്ന് അവയ്ക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യം, കുറ്റം പറയാനൊന്നുമില്ല. അവര് വേറെ ഇതുകൊണ്ടൊന്നുമല്ല, ഇതിനെ കൊണ്ട് ചിക്കിളി കിട്ടുന്നു, ചില്ലറ കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതൊക്കെ അവിടെ പോയി നിലനിർത്തിയിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ടായാലും നിലനിർത്തിയിരിക്കുന്നല്ലോ, അത് നല്ല കാര്യം. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അതുവരേക്കും ഇഷ്ടിക നിർമ്മാണത്തിനുള്ള കളിമണ്ണ് ഇസ്രായേൽ ജനം നൈൽ നദിയിൽ നിന്ന് എടുക്കുകയും വൈക്കോല് രാജഭടന്മാർ കൊടുക്കുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്ന് മോശയും അഹരോനും ആവശ്യപ്പെട്ടതിന്റെ ദേഷ്യത്തിൽ ഫറവോ വൈക്കോല് കൊടുക്കുന്നത് നിർത്തി. കളിമണ്ണ് മാത്രമല്ല, ഇനി മുതൽ വൈക്കോലും ഇസ്രായേൽ മക്കൾ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അവര് തന്നെ കൊണ്ടുവരണം. അത് വൈകുന്നേരമായിട്ട് കണക്ക് നോക്കുമ്പോൾ ഇതിനു മുമ്പ് ഓരോ ദിവസവും എത്ര ഇഷ്ടികയാണ് ഉണ്ടാക്കിയിരുന്നത് അത്ര ഇഷ്ടിക തന്നെ ഉണ്ടാക്കിയതായിട്ട് കാണുകയും വേണം.
അപ്പൊ അത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ചു നോക്കാം, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേവലം ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവരെ ഒന്ന് 3 ദിവസത്തേക്കൊന്ന് വിട്ടയക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഫറവോൻ ഇങ്ങനെ ഇടപെടുന്നത്. ഇതുപോലെ ഇഷ്ടിക വൈക്കോല് കൊടുക്കണ്ട, ഇഷ്ടിക ഒക്കെ അവര് തന്നെ ഉണ്ടാക്കട്ടെ, പഴയതുപോലെ തന്നെ വേണം, ചെളിയും വൈക്കോലും പുല്ലും ഒക്കെ അവര് തന്നെ കൊണ്ടുവന്നിട്ട് ഇഷ്ടിക ഉണ്ടാക്കട്ടെ, പക്ഷെ എണ്ണം കുറയാൻ പാടില്ല, ഇതിനു മുമ്പ് ഉണ്ടാക്കിയ അത്ര തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവരുടെ വേലയെ അധികരിച്ചു കൊടുക്കുകയാണ്. ഫറവോൻ തന്നെ പറയുന്നുണ്ട് അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ എന്ന്. കേവലം ഒന്ന് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി 3 ദിവസത്തേക്ക് ഒന്ന് ലീവ് കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേരില്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായാൽ, ഫറവോനെതിരെ ഒരു വിപ്ലവം എങ്ങാനും നടത്തിയാൽ, ഒരു പ്രതിരോധം എന്തെങ്കിലും ഉണ്ടായാൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? അതറിയാത്തതൊന്നുമല്ല അവര്, മനസ്സിലായ? ഈ മേത്രാൻ പള്ളിമേടയിൽ ഇരുന്ന് തള്ളി മറിക്കുന്ന പോലെയല്ല, അവരവിടെ ഫീൽഡിലുള്ളവരാ, ഇഷ്ടികത്തോളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാ, അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത്. ബൈബിൾ വായിച്ചു നോക്കിയിട്ടില്ലാത്ത മേത്രാൻ തള്ളുന്ന പോലെയൊന്നും അല്ല. ഏതായാലും ഫറവോന്റെ ഈ കൽപ്പനയ്ക്ക് ശേഷം സ്വാഭാവികമായിട്ട് ഇഷ്ടികയുടെ എണ്ണം കുറയും. കാരണം ഇഷ്ടിക അതിനു മുമ്പ് കുറച്ചു പേര് ഇതിലിറങ്ങി ചെളിയെടുക്കുന്നു, നൈൽ നദിയിൽ നിന്നോ അല്ലെങ്കിൽ നൈൽ നദിയുടെ തീരപ്രദേശത്തു നിന്നോ ഒക്കെ കുഴിച്ച് അവിടെ നിന്നൊക്കെ ചെളി ഇത് പിടിക്കാനുള്ള മണ്ണും ചെളിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. വൈക്കോലാണെങ്കിൽ മറ്റൊരു കൊടുക്കുന്നു, കൂട്ടിക്കുഴച്ച് ഇഷ്ടിക പിടിക്കുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇവര് തന്നെ പോയിട്ട് വൈക്കോല് കണ്ടുപിടിച്ചിട്ട് വരുമ്പോ ഇഷ്ടികയുടെ എണ്ണം സ്വാഭാവികമായിട്ട് കുറയും. അപ്പൊ ഇഷ്ടികയുടെ എണ്ണം കുറഞ്ഞപ്പോ ഫറവോന്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രായേൽ മക്കളുടെ മേലാക്കിയിരിക്കുന്ന പ്രമാണികളെ അടിക്കുകയാണ്. അത് ഈജിപ്ഷ്യൻസ് അല്ല കേട്ടോ, ഇസ്രായേൽ ജനത്തിൽ നിന്ന് തന്നെ പ്രമാണികളെ തെരഞ്ഞെടുത്ത് അവരുടെ മേലെ സൂപ്പർവൈസർമാരാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവരെയാണ് അടിക്കുന്നത്. നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പിലത്തെ പോലെ ഇഷ്ടിക തികയ്ക്കാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അടി. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ അധികം മോശമായി തീർന്നു. ഈജിപ്തിൽ ഇഷ്ടികച്ചൂളകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇസ്രായേൽ ജനത്തിന്റെ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് അത് ഇരുമ്പ് ചൂളയായിരുന്നുവെന്നും അതുപോലെ ഇരുമ്പ് ഉലയായിരുന്നുവെന്നുമാണ്. യിരെമ്യാവ് 11:4 അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പ് ചൂളയായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു. നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യും. എന്നാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും ആയിരിക്കും എന്ന് അരുളി ചെയ്തു. യിരെമ്യാവ് 11:4. ഇനി ആവർത്തനം 4-ാം അധ്യായത്തിന്റെ 20-ാം നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ആവർത്തനം 4:20. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 51-ാമത്തെ അവർ മിസ്രയീം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്നുവല്ലോ. അപ്പൊ ഇരുമ്പുല അല്ലെങ്കിൽ ഇരുമ്പ് ചൂള, അങ്ങനെയാണ് മിസ്രയീമിനെ ദൈവം വിശേഷിപ്പിച്ചത്, പ്രവാചകന്മാരും പറഞ്ഞു. ഇപ്പോ ഈ ഇരുമ്പുല അല്ലെങ്കിൽ ഇരുമ്പ് ചൂള ഫറവോന്റെ കോപം നിമിത്തം മുൻപത്തേക്കാൾ അധികമായി കത്തുകയാണ്. ഇസ്രായേലിയരുടെ ജീവിതം കൂടുതൽ കൂടുതൽ കഷ്ടതരമായിരിക്കുകയാണ്. അവരുടെ പ്രമാണിമാര് ചെന്ന് ഫറവോയുടെ അടുക്കൽ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഫറവോ അതൊന്നും കൂട്ടാക്കുന്നില്ല. അവൻ പറയുന്നത് നിങ്ങൾക്ക് വൈക്കോലൊന്നും തരില്ല, പോയി മുമ്പിലത്തെ കണക്ക് പോലെ തന്നെ ഇഷ്ടിക ഉണ്ടാക്കാനാണ്. അങ്ങനെ അവർ ഫറവോയുടെ അടുക്കൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മോശയെയും അഹരോനെയും കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അവർ ഫറവോനെ വിട്ട് പുറപ്പെടുമ്പോൾ മോശയും അഹരോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു. അവരോട്, നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തത് കൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മോശെ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവെ, നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത്? നീ എന്നെ അയച്ചത് എന്തിന്? ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോന്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു. നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു. പുറപ്പാട് 5:20 മുതൽ 23 വരെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനസ്സിളക്കപ്പെട്ട ഈ മേത്രാൻ തള്ളിമറിച്ചതുപോലെ ഫറവോനെതിരെ ഒരു റെസിസ്റ്റൻസ് നടത്തണമെന്ന ചിന്ത ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്നതേയില്ല. അങ്ങനെ ഒരു വിപ്ലവത്തിന് തുനിഞ്ഞാൽ ആ വിപ്ലവം എളുപ്പം പരാജയപ്പെടുമെന്നും പിന്നെ തങ്ങളുടെ അവസ്ഥ വളരെ ശോചനീയമായി തീരുമെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഒരു റെസിസ്റ്റൻസിന് മുതിരാതിരുന്നത്. ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകും. മേത്രാൻ ബൈബിൾ വായിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വിവരക്കേടുകൾ പറയുന്നത്. ഏതായാലും ഇസ്രായേൽ മൂപ്പന്മാരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മോശെ യഹോവയോട് നിലവിളിക്കുന്നു. മോശയുടെ നിലവിളിക്ക് യഹോവ മറുപടി കൊടുക്കുന്നത് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ കാണാം.
ഇസ്രായേൽ ജനത്തോട് മോശ പറയേണ്ട കാര്യങ്ങൾ ദൈവം മോശയോട് പറയുന്നത് ഇങ്ങനെയാണ്. പുറപ്പാട് 6-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രയീമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ അറിയും. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവ ആകുന്നു. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. പുറപ്പാട് 6-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെ. ഇസ്രായേൽ മൂപ്പന്മാർ മോശയുടെ വാക്ക് കേൾക്കുന്നില്ല. അവരാകെ നിരാശയിലാണ്. അതുകൊണ്ടാണ് അവർ മോശയുടെ വാക്ക് കേൾക്കാത്തത്. യോഹന്നാൻ മേത്രാൻ പറയുന്നത് പോലെ മോശയുടെ നേതൃത്വത്തിലുള്ള യാതൊരു റെസിസ്റ്റൻസും അവർ നടത്തുന്നില്ല. മാത്രമല്ല, ഇസ്രായേൽ മൂപ്പന്മാരുടെ ഈ നിരാശ മോശയിലേക്കും പകരുന്നുണ്ട്. അതും ഞാൻ വായിക്കാം. പുറപ്പാട് 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ചെന്ന് മിസ്രയീം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്തു നിന്ന് വിട്ടയപ്പാൻ പറക എന്ന് കൽപ്പിച്ചു. അതിന് മോശെ, ഇസ്രായേൽ മക്കൾ എന്റെ വാക്ക് കേട്ടില്ല, പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും? ഞാൻ വാഗ്വൈഭവമുള്ളവനല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു. പുറപ്പാട് പുസ്തകം 6-ന്റെ 10 മുതൽ 12 വരെ. ഇസ്രായേൽ മക്കൾ പോലും എന്റെ വാക്ക് കേൾക്കുന്നില്ല, പിന്നെയാണോ ഫറവോൻ കേൾക്കാൻ പോകുന്നത് എന്നാണ് മോശെ യഹോവയോട് ചോദിക്കുന്നത്. അതായത് ഇവരെല്ലാവരും, ഇസ്രായേൽ ജനമായാലും അല്ലെങ്കിൽ അവരുടെ പ്രമാണിമാരായാലും ഇനി അതെല്ലാം മോശയായാലും എല്ലാവരും ആകെ നിരാശപ്പെട്ടിരിക്കുകയാണ്, നിരാശഭരിതരായിരിക്കുന്നു. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ആര് റെസിസ്റ്റൻസ് നടത്തുമെന്നാണ് യൂഹാനോൻ മേത്രാൻ പറയുന്നത്? എല്ലാവരും ഒരുപോലെ നിരാശപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ഥിതിയിൽ എങ്ങനെ റെസിസ്റ്റൻസ് നടത്താൻ പറ്റുമോ? എല്ലാവരും ആകെ എന്താണ്, ഒന്നും പറ്റാത്തതിൽ ദൈവത്തോട് പോലും മോശ പറഞ്ഞിങ്ങനെയാണ്, എന്റെ വാക്ക് ഫറവോൻ കേൾക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട അത്രയും നിരാശയായി. അപ്പൊ ഇസ്രായേൽ ജനത്തിന് ഒരിക്കലും ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ചിത്രം ബൈബിൾ വളരെ വ്യക്തമായിട്ട് വരച്ചു കാണിച്ചു തരുന്നുണ്ട് നമുക്ക്, വളരെ വ്യക്തമായിട്ട്. അവർക്ക് അവിടെ യാതൊരു തരത്തിലുള്ള പ്രതിരോധമോ വിപ്ലവമോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഈജിപ്ഷ്യൻ സാമ്രാജ്യം അത്രമാത്രം ശക്തമാണ്. അതൊന്നും മേത്തന്മാർക്ക് വേണ്ടി റാൻ മൂളി നടക്കുന്ന ഈ മേത്ത് റാൻ അറിയില്ല. ബൈബിൾ വായിച്ചു നോക്കിയാലല്ലേ അതൊക്കെ അറിയുള്ളൂ. പള്ളി പിടിക്കാൻ നടക്കുന്ന ഇയാൾക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്നതൊക്കെ വല്ല കാര്യമാണ്. ഇസ്രായേലിയുടെ നിസ്സഹായാവസ്ഥയിൽ അവരെ സഹായിക്കാനാണ് ദൈവം വന്നതും മോശയെ നിയോഗിച്ചയച്ചത്. നിരാശപ്പെട്ടു നിൽക്കുന്ന മോശയോടും അഹരോനോടും യഹോവ പറയുകയാണ്, മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും എന്ന്. പിന്നീട് നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. നൈൽ നദി മിസ്രയീമ്യർക്ക് ദൈവമായിരുന്നു. ആ നദിയിലുള്ള മത്സ്യങ്ങളും തവളകളും ഒക്കെ അവർക്ക് ദൈവമായിരുന്നു. അതുപോലെ ഈച്ചകളും പൂച്ചകളും കല്ലുകളും മരങ്ങളും ഒരുമാതിരി മൃഗങ്ങളും പറവകളടക്കം പലതും അവർക്ക് ദൈവങ്ങളായിരുന്നു. ഈജിപ്തിൽ മോശ മുഖാന്തരം യഹോവയായ ദൈവം വരുത്തിയ 9 ബാധകളും മിസ്രയീമർ ദേവന്മാരെന്ന് കരുതി പൂജിച്ചു വന്നിരുന്നവയുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയായിരുന്നു. മനസ്സിലായോ? ഈ 9 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൈൽ നദി ആയാലും തവള കയറി വരുന്നുണ്ട്, നായിച്ച വരുന്നുണ്ട്, പേൻ വരുന്നുണ്ട്, ഇങ്ങനെ ഓരോന്നോരോന്നൊക്കില്ല. ഇതൊക്കെ ഇവർക്ക് ദൈവങ്ങളായിരുന്നു. അതിന്റെ മേലാണ് ന്യായവിധി നടത്തുന്നത്. ഈ ദൈവങ്ങളൊന്നും നിങ്ങളെ രക്ഷിക്കില്ല, നിങ്ങളുടെ ജീവിതം ആകെപ്പാടക്കൂടെ ബുദ്ധിമുട്ടിലാക്കിയുള്ളൂ, നാശാഘോഷമാക്കിയുള്ളൂ എന്ന് ഈ ഈജിപ്ഷ്യൻ ജനത്തിന് ദൈവം കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതാണ് ഈ 9 ന്യായവിധി. എന്നാൽ ഈ 9 ന്യായവിധികൾ കൊണ്ടും ഇസ്രായേൽ ജനത്തിന് വിടുതൽ കിട്ടിയില്ല. ഫറവോ വിട്ടയച്ചില്ല. 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരത്തിന് ശേഷമാണ് ഫറവോ ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചത്. ഈ വിടുതൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. ദൈവത്തിന്റെ ശക്തിയുടെയും മഹത്വത്തിന്റെയും പ്രദർശനമായിട്ടാണ് ബൈബിൾ ഈ സംഭവത്തെ കുറിച്ച് വിവരിക്കുന്നത്. അത് പഞ്ചഗ്രന്ഥങ്ങളിലായാലും അതല്ല സങ്കീർത്തനങ്ങളിലായാലും ചരിത്ര പുസ്തകങ്ങളിലായാലും പ്രവചന ഗ്രന്ഥങ്ങളിലായാലും യഹോവയായ ദൈവത്തിന്റെ ശക്തിയെയും ഭുജവീര്യത്തെയും മഹത്വത്തെയും വെളിപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെയാണ് ഈ പള്ളിപിടുത്തക്കാരൻ മേത്രാൻ മോശയുടെ നേതൃത്വത്തിലുള്ള റെസിസ്റ്റൻസിന്റെ ഫലമായുള്ള വിമോചനമായിട്ട് സുഡാപ്പി സുനിതയുടെ ചാനൽ ചെന്നിരുന്നു പറഞ്ഞത്.
അവിശ്വാസികളുടെ മധ്യേ ദൈവത്തിന് മഹത്വം കിട്ടുന്ന കാര്യം പറയാൻ ഇയാൾക്ക് അലർജിയാണ്, ലജ്ജയാണ്. ദൈവനാമം ദുഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഇയാൾക്ക് വല്ലാത്ത ആവേശവുമാണ്. ഈ പള്ളി പിടിക്കാനൊക്കെ നടന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇതാണോ ക്രിസ്ത്യാനിറ്റി എന്ന് ചോദിച്ച് കർത്താവിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്നതിൽ പ്രധാനിയാണ് ഇയാള്. അതിനൊന്നും ഇയാൾക്കൊരു മടിയില്ല. പക്ഷെ ദൈവത്തിന് മഹത്വം കിട്ടുന്ന കാര്യങ്ങൾ പറയാൻ, ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ഭുജവീര്യവും ദൈവത്തിന്റെ ബലവും ഒക്കെ വെളിപ്പെടുത്തുന്നതായ കാര്യം പറയുവാൻ, അത് കേട്ടിട്ട് ആരെങ്കിലും ഈ ദൈവത്തെ കുറിച്ചൊന്ന് അറിയണമല്ലോ എന്ന് ചിന്തിച്ച് ആ ദൈവത്തെ അന്വേഷിക്കുക, അതൊന്നും ഇയാൾക്ക് പറ്റുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇയാളില്ല. മനസ്സിലായ? ഞാൻ ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. ഇസ്രായേൽ ജനത്തിനെ യഹോവയായ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ചതിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ധാരാളം വാക്യങ്ങളുണ്ട്. എങ്കിലും വിസ്തരഭയത്താൽ കുറച്ച് വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു സംഭവം ഇത് എത്ര പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രയീമിൽ വെച്ച് നീ കാണുക നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? ആവർത്തനം 4:34. അപ്പൊ മോശ ചോദിക്കുകയാണ്, ഇസ്രായേൽ ജനത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രയീമിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി, അതായത് നിങ്ങൾ കാണുക തന്നെ, നിങ്ങളുടെ മുമ്പാകെ, നിങ്ങൾ ദൃക്സാക്ഷികളായ കാര്യങ്ങളാണല്ലോ കണ്ടിട്ടുള്ളത്, നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ കാര്യങ്ങൾ. എന്തൊക്കെയാണ്? പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ. ഇത്രയും കാര്യങ്ങൾ മോശ അക്കമിട്ട് തരുന്നതാണ്. അതിനെയാണ് ഈ മേത്രാൻ മോശയുടെ നേതൃത്വത്തിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദൈവത്തിന്റെ അത്രമാത്രം പ്രവൃത്തികൾ അവിടെ മോശ അക്കമിട്ട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഓരോ കാര്യങ്ങളും അവിടെ. അതിനെയാണ് ഇയാള് അത് മോശയുടെ നേതൃത്വത്തിലുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു എന്ന് പറയുന്നത്. ഇനി ആവർത്തനം 4:38. നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവാനും ഇന്നുള്ളതുപോലെ അവരുടെ ദേശത്തെ നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോയാക്കുവാനും തന്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മിസ്രയീമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു. ഇവിടെയും ദൈവം അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു എന്നാണ് മോശ പറയുന്നത്. അല്ലാതെ എന്റെ നേതൃത്വത്തിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതാണല്ലോ എന്നല്ല മോശ പറഞ്ഞത്. കേട്ടോ മേത്രാനെ? വല്ലപ്പോഴൊക്കെ ഒന്ന് ബൈബിൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. മോശയുടെ നേതൃത്വത്തിലുള്ള റെസിസ്റ്റൻസ് ആയിരുന്നില്ല. യഹോവയായ ദൈവം തന്റെ ശക്തിയും തന്റെ ഭുജവീര്യവും തന്റെ ബലവും വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവരെ അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവന്നത്. ആവർത്തനം 9:29. അവർ നിന്റെ മഹാബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവുമല്ലോ. ആവർത്തനം 9:29. മോശ പറയുന്നതാണ്, ദൈവത്തോട് പറയുന്നത്. ഞാൻ അവരെ വിടുവിച്ചു കൊണ്ടുവന്നു എന്നല്ല, എന്റെ നേതൃത്വത്തിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്വയം വിമോചിതരായി പോന്നുവെന്നും അല്ല മോശ പറയുന്നത്. ദൈവത്തോട് പറയാണ്, ദൈവമേ, അവര് നിന്റെ ജനമാണ്, നിന്റെ അവകാശമാണ്. എങ്ങനെയുള്ള ജനം? വെറുതെ കുറച്ച് ആൾക്കാരെ പിടിച്ച് ഇതൊക്കെ എന്റെ ജനം എന്ന് പറയുകയല്ല. തന്റെ മഹാബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും വിടുവിച്ച് രക്ഷിച്ചു കൊണ്ടുവന്ന, അവിടുന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ജനം. അങ്ങനെയാ പറയുന്നത്. അല്ലാണ്ട് ഈ മേത്രാൻ പറയുന്നത് പോലെയല്ല സംഗതി. 2 രാജാക്കന്മാർ 17:36. നിങ്ങളെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മാത്രം ഭജിക്കുകയും അവനെ മാത്രം നമസ്കരിക്കുകയും അവന് മാത്രം യാഗം കഴിക്കുകയും വേണം. 2 രാജാക്കന്മാർ 17:36. അപ്പൊ ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്. മോശയുടെ നേതൃത്വത്തിൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആളുകളാണെന്നല്ല പറയുന്നത്. മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് യഹോവയാണ് നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. നെഹമ്യാവ് 1:10. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. ഇനി സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കണം, ബൈബിളിനെ പഴയ നിയമത്തിന് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തോറ, നെബുവീം, കെത്തുവീം. അതായത് തോറ ആയത് 5 പുസ്തകം, പിന്നെ നെബുവീം, നബി എന്ന് പറഞ്ഞ പ്രവാചക പുസ്തകങ്ങൾ, പിന്നെ കെത്തുവീം എഴുത്തുകൾ. അങ്ങനെയായിട്ടാണ് 3ആയിട്ട്. ഈ 3-നകത്തും ഇതേ കാര്യം പറയുന്നുണ്ട്. ഇത് അത്ര പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ 3 അത് വന്നിരിക്കുന്നത്. മനസ്സിലായ? ഈ അല്ലെങ്കിൽ 3 കാറ്റഗറിയിൽ തിരിച്ചിരിക്കുന്ന ഭാഗങ്ങളിലല്ല. അതായത് തോറയിലുണ്ട് ഇത്,
നെബുവീമിലുണ്ട്, അഥവാ പ്രവാചക പുസ്തകങ്ങളിലുണ്ട്. അത് നമ്മൾ പിന്നീട് നോക്കാം. ഇപ്പൊ ഇതുവരെ പ്രവാചക പുസ്തകങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ എഴുത്തുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സങ്കീർത്തനം, ഈ കെത്തുവി എന്നൊക്കെ പറയുന്നതിൽ വരുന്നതാണ്. സങ്കീർത്തനവും നെഹമ്യാവും ഒക്കെ അതിൽ വരുന്നതാണ്. രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇനി നമുക്ക് സങ്കീർത്തനം നോക്കാം. സങ്കീർത്തനം 77-ന്റെ 14-15 വാക്യങ്ങൾ. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിന്റെയും യോസേഫിന്റെയും മക്കളെ തന്നെ. തൃക്കൈ കൊണ്ട് നീ വീണ്ടെടുത്തിരിക്കുന്നു. അല്ലാതെ മോശെ റെസിസ്റ്റൻസ് നടത്തിയിട്ട് അവരെ അവിടെ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവന്നു എന്നല്ല സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത സങ്കീർത്തനം 106-8. എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. മോശെ റെസിസ്റ്റൻസ് നടത്തി രക്ഷിച്ചു എന്നല്ല, ദൈവം തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന്. ഈ ജനം ആകെ കൊള്ളരുതാത്തവരാണെങ്കിലും അനുസരണക്കേടും മറ്റു എല്ലാ ഇവരിലുണ്ടെങ്കിലും ദൈവം തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമം നിമിത്തം അവരെ അവിടുന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. ഇനി പ്രവാചക പുസ്തകം നെബീ യെശയ്യാവ് 63-ന്റെ 12-13 വാക്യങ്ങൾ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുൻപിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? യെശയ്യാവിന്റെ പുസ്തകത്തിൽ ചോദിക്കുന്നു. ഇനി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യിരെമ്യാവ് 32-ന്റെ 20 മുതൽ 22 വരെ. നീ മിസ്രയീം ദേശത്തും ഇന്നുവരെയും ഇസ്രായേലിലും മറ്റു മനുഷ്യരുടെ ഇടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമം സമ്പാദിക്കുകയും നിന്റെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരികയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുപ്പാൻ നീ അവരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. യിരെമ്യാവ് 32-ന്റെ 20 മുതൽ 22 വരെ. അപ്പൊ ഇവിടെ യിരെമ്യാവും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ദൈവത്തെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ അവരെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് അവരെ കൊണ്ടുവന്നു. അല്ലാതെ മോശയുടെ നേതൃത്വത്തിൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് മോശ അവരെ കൊണ്ടുവന്നതുമല്ല പറയുന്നത്. ഇതൊക്കെ വെറുതെ ഒരു വട്ടം ഒന്ന് വായിച്ചു പോയാൽ മതി, ഏതൊരാൾക്കും മനസ്സിലാകും. ഈ മനസ്സിണക്കപ്പെട്ട മേത്രാൻ പറയുന്നത് പോലെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളുടെ റെസിസ്റ്റൻസിന്റെ അനന്തരഫലമായിട്ടല്ല ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നതെന്നുള്ള കാര്യം. പകരം തന്റെ നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ചിറക്കി കൊണ്ടുവരികയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ യഹോവ അവരെ വിളിച്ചിറക്കി കൊണ്ടുവന്നതാണ്. ആലങ്കാരികമായിട്ട് അവരെ വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്ന് ചുമ്മാ പറയുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. കാരണം അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും വാഗ്ദത്ത ദേശം കൊടുക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമപ്രകാരമുള്ള വിളിയായിരുന്നു അത്. ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ, ആ ഉടമ്പടി അനുസരിച്ചുള്ള വിളിയായിരുന്നു അത്. ഇസ്രായേലിനെ ഊഴിയവേലയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഉദ്ധരിച്ച് വിടിവിക്കുമെന്ന് യഹോവ നിർണയം ചെയ്ത വിടുതലിന്റെ വിളിയായിരുന്നു അത്. ഇസ്രായേലിയർക്കും മിസ്രയീമ്യർക്കും മധ്യേ യഹോവ വരുത്തിയ വ്യത്യാസത്തിനനുസരിച്ചുള്ള വിളിയായിരുന്നു അത്. ഇസ്രായേലിന്റെ പുറപ്പാടിന്റെ രാത്രിയിൽ ഇസ്രായേലിന് വേണ്ടി ദൈവത്തിന്റെ വിടുതലിന്റെയും കൃപയുടെയും കരുതലിന്റെയും ഭുജവീര്യത്തിന്റെയും മഹാബലത്തിന്റെയും മഹാഭീതിയുടെയും വിളിയായിരുന്നു അത്. ഇങ്ങനെയുള്ള ഈ കാര്യത്തിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 78-ന്റെ 3-4 വാക്യങ്ങൾ. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. സങ്കീർത്തനം 78-ന്റെ 3-4. ഇത് മറച്ചു വെക്കാനുള്ളതല്ല, വിവരിച്ചു പറയാനുള്ളതാണ്, ഉറക്കെ വിളിച്ചറിയിക്കാനുള്ളതാണ്. വരുവാനുള്ള തലമുറയോട് മറച്ചു വെക്കാതെ ഉറക്കെ വിളിച്ചു പറയാനുള്ളതാണ് ഇതെന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെയും ഇക്കാര്യങ്ങൾ ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്നത്. മനസ്സിലായോ? ഞങ്ങളുടെ ദൈവത്തെ എവിടെയും സാക്ഷീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഒരു ലജ്ജയും അതിലില്ല. ഞങ്ങൾ എവിടെയും പറയും, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേയുള്ളൂ. തന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയായി നൽകാൻ, മറുവിലയായി നൽകാൻ തയ്യാറുള്ള ഒരേ ഒരു ദൈവമേ ലോകത്തുള്ളൂ. ആ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ദൈവത്തെ കുറിച്ച് ഞങ്ങൾ എവിടെയും പറയും. മനസ്സിലായോ? എവിടെയും ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് അതിലൊരു ലജ്ജയില്ല, ഒരു മടിയുമില്ല. ഇക്കാര്യത്തിൽ ഈ മേത്രാൻ മുസ്ലിങ്ങളെ കണ്ടുപിടിക്കണം. ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള കാര്യം പറയാറില്ല.
മുസ്ലിങ്ങളെ നിങ്ങൾ മാതൃകയാക്കണമെന്ന് ഞാൻ പറയാറില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. മേത്രാനോടാണ് പറയുന്നത്. മേത്രാൻ കുറഞ്ഞ പക്ഷം മുസ്ലിങ്ങളെയെങ്കിലും മനസ്സിലാക്കപ്പെട്ടിരിക്കുകയാണല്ലോ, അപ്പൊ അവരെയെങ്കിലും ഒന്ന് കണ്ട് പഠിക്കണം. അവർ ദൈവമെന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ വചനമെന്ന് അവർ വിശ്വസിക്കുന്ന ഖുറാനെ കുറിച്ചും എവിടെ വെച്ചും സംസാരിക്കാൻ അവർക്കൊരു മടിയുമില്ല. എവിടെ വെച്ചും സംസാരിക്കാൻ. ഉദാഹരണത്തിന് CPIM-ന്റെ ചൊക്ലി ലോക്കൽ സമ്മേളനം നടക്കുമ്പോൾ അവിടെ സംസാരിക്കാൻ അവസരം കിട്ടുന്ന മുസ്ലിം സഖാക്കൾ ഖുറാനെയും അള്ളാനെയും കുറിച്ച് സംസാരിച്ചിട്ട് പിന്നെ സമയമുണ്ടെങ്കിലേ രാഷ്ട്രീയം സംസാരിക്കുകയുള്ളൂ. വെറുതെ പറഞ്ഞൊന്നുമില്ല. അതെ കേട്ടോ, തെളിവിന് ക്ലിപ്പ് കേൾപ്പിക്കാം. ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇസ്ലാം മതത്തിന്റെ ഗ്രന്ഥമായ ഖുർആൻ ഒരു തവണയെങ്കിലും വായിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. വായിച്ചാൽ മാത്രം പോരാ കേട്ടോ, അതിന്റെ അർത്ഥം കൂടിയൊന്ന് മനസ്സിലാക്കണം. ഇസ്ലാം മതത്തിന്റെ ഗ്രന്ഥമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് അൽ-മാഊൻ എന്നാണ്. സൂറത്ത് ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: അറഅയ്തല്ലദീ യുകസ്സിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുഉൽ യതീം ഫലാ യഉദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാവൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. സൂറത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്. അല്ലാഹു പറയുകയാണ്, ഞാൻ ഇഷ്ടപ്പെടാത്ത, ഞാൻ വെറുക്കപ്പെടുന്നവരെ നിങ്ങൾ കണ്ടുപോ. ഒന്ന്, യതീമിന്റെ പങ്ക് പിൻപറ്റുന്നവൻ, അനാഥന്റെ പങ്ക് പിൻപറ്റുന്നവൻ. ആരാണ് യതീമിന്റെ പങ്ക് ഈ കേരളത്തിൽ പിൻപറ്റിയത്? ആരാണ് അനാഥയെ വഴിയാധാരമാക്കിയത്? അനാഥയെ വഴിയാധാരമാക്കിയ ഒരു CPIM-ന്റെ അനുഭാവിയെയും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വർഗീയവാദികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. എന്നാൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നമ്മൾ ഈ കേട്ടതേ മസ്ജിദിന്റെ മുറ്റത്ത് നടത്തിയ മതപ്രസംഗമല്ല, മനസ്സിലായ? വയലൊന്നുമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിനകത്ത് നടത്തിയ പ്രസംഗമാണ്. ആ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലോ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി ഒന്നുമല്ല. തികച്ചും ഭൗതികവാദ ചിന്താഗതി പുലർത്തുന്നെന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗമാണ്. ഭൗതികവാദം അതാണ് അവരുടെ. മരണശേഷമുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മെറ്റാഫിസിക്കലായിട്ടുള്ള അതൊന്നുമില്ല. അഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച്, ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു കാഴ്ചപ്പാടും ഇല്ല. അങ്ങനെയുള്ള കാര്യത്തെ അവഗണിച്ചു തള്ളുന്നവരാണത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ലോക്കൽ സമ്മേളനത്തിലാണ് ഈ പ്രസംഗം നടത്തിയതെന്ന് ഓർക്കണം. അത്തരം ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ പോലും മുസ്ലിങ്ങൾക്ക് അവരുടെ മതത്തെയും ദൈവത്തെയും മതഗ്രന്ഥത്തെയും ഉയർത്തിപ്പിടിക്കാൻ യാതൊരു മടിയുമില്ല. അലുവയും മത്തിക്കറിയും പോലെ തമ്മിൽ ചേരാത്ത സംഗതിയാണ് ഈ ഭൗതികവാദ അല്ലെങ്കിൽ മാർക്സിസവും ഇസ്ലാമും. അത് പ്രസംഗിക്കുന്നവന്മാർക്കും അറിയാം, കേൾക്കാൻ അവിടെ അവരുടെ മുമ്പിൽ കുത്തിയിരിക്കുന്നവർക്കും അറിയാം. എന്നാലും അവന്മാര് അവരുടെ ദൈവത്തെ പറ്റി പ്രസംഗിക്കും. മനസ്സിലായ? അവരുടെ കിതാബിനെ കുറിച്ച് അവർ പ്രസംഗിക്കും. അതിലൊരു നാണക്കേടും അവർക്ക് തോന്നില്ല. എന്നാൽ ഈ മേത്രാനെ പോലെയുള്ളവർ ദൈവത്തിന്റെ മഹാഭയങ്കര പ്രവൃത്തിയെക്കുറിച്ച് വിവരിച്ചു പറയേണ്ട ഒരു ചോദ്യം വന്നാൽ പോലും മിണ്ടുകയില്ല. ആ ചൊക്ലി ലോക്കൽ സമ്മേളനത്തില് CPM-ന്റെ ചൊക്ലി ലോക്കൽ സമ്മേളനത്തിൽ പ്രസംഗിച്ച പോലത്തെ സംഗതിയല്ല ഇത്. മേത്രാനോട് സുഡാപ്പി സുരിത ചോദിച്ചതാണ്. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നല്ലോ നിങ്ങൾക്ക്. അപ്പൊ അത്രയും വിശദീകരിച്ചൊന്നും പറയണ്ട, അതിനുള്ള സമയമൊന്നുമില്ല, അത് നമുക്കറിയാം. പക്ഷെ കുറഞ്ഞ ദിവസം ഒരു വാക്കിലെങ്കിലും ഒന്ന് പറഞ്ഞു പോകാമല്ലോ. യഹോവയായ ദൈവം തന്റെ മഹാശക്തി കൊണ്ട്, തന്റെ നീട്ടിയ ഭുജം കൊണ്ട്, തന്റെ ആ വലങ്കൈ കൊണ്ട് അവരെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു. ഒരു വാക്ക് പറഞ്ഞുകൂടെ? നുണയൊന്നുമല്ലല്ലോ, ഉള്ള കാര്യമല്ലേ, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമല്ലേ. ബൈബിളിലുള്ള ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ് സുഡാപ്പി സുരിത ചോദിച്ചത്. അപ്പൊ ബൈബിളിലുള്ള ആ കാര്യം പറയാലോ. പറയില്ല, മിണ്ടുകയില്ല. മനസ്സിലായോ? അങ്ങനെയൊക്കെ അത് വിവരിച്ച് പറയാൻ നമുക്ക് കിട്ടുന്ന വിധത്തിലുള്ള ഒരു ചോദ്യം വന്നാൽ പോലും മിണ്ടുകയില്ല. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ട സന്ദർഭം വന്നാൽ അവർ ദൈവത്തിനെ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടേ സംസാരിക്കുകയുള്ളൂ. അതാണ് അവരുടെ ശീലം. മനസ്സിലായോ? ഈ കുപ്പായമിട്ടവരുടെയൊക്കെ ശീലം, ഈ നേതൃത്വത്തിലിരിക്കുന്നവരുടെയൊക്കെ ശീലം അതാണ്. കാരണം മതേതരത്വം ഉണ്ടല്ലോ, അതാണ് മതേതരം ചമയാൻ വേണ്ടിയിട്ടാ. മതേതരം ചമയാനും അതുവഴി ലോകത്തിന്റെ കയ്യടി കിട്ടാൻ വേണ്ടിയാണ് ഇവന്മാര് ദൈവത്തെ ഒഴിവാക്കിയിട്ട് സംസാരിക്കുന്നത്.
അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളവരേ ഉള്ളൂ ഈ കുപ്പായം ഇട്ടതിൽ ദൈവത്തിന് മഹത്വം കിട്ടണമെന്ന് വിചാരിച്ച് സംസാരിക്കുന്നവർ. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. വളരെ അപൂർവമാണ്. ബഹുഭൂരിപക്ഷത്തിനും ലോകത്തിന്റെ കയ്യടി വേണം. മനസ്സിലായോ? അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും ആഗ്രഹിക്കുന്ന കൂട്ടര്. അതുകൊണ്ട് ലോകത്തിന്റെ കയ്യടി കിട്ടാൻ ആൾ ഭയങ്കര മതേതരത്വമുള്ള ആളാണ്, മതേതരനാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാ ഈ ദൈവത്തെ ഒഴിവാക്കിയിട്ട് ഇവർ സംസാരിക്കുന്നത്. ഏതായാലും ദൈവത്തെ ഒഴിവാക്കിയത് കൊണ്ട് കിട്ടുന്ന ലോകത്തിന്റെ കയ്യടികൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. എന്ന് പറയാൻ ഞങ്ങൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഏതൊരുത്തരും അങ്ങനെയേ ചിന്തിക്കുകയുള്ളൂ. കാരണം ക്രിസ്തുവിന് ലോകത്തിന്റെ കയ്യടി കിട്ടിയിട്ടില്ല. ക്രിസ്തുവിനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. കർത്താവ് തന്നെ അത് പറയുകയും ചെയ്തു. നിങ്ങളുടെ നായകനായിരിക്കുന്ന എനിക്ക് കിട്ടിയത് ക്രൂശാണ്, അപ്പൊ പിന്നെ നിങ്ങൾക്കും അതൊക്കെ തന്നെ ഉള്ളൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്രിസ്ത്യൻ നാമധാരികളായി നടക്കുന്ന ആൾക്കാരോടാണ്. ക്ലബ് ഹൗസിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ ചോദിച്ചല്ലോ, കണ്ട അയ്യപ്പനും തങ്കപ്പനുമാണോ ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കാൻ നടക്കുന്നതെന്ന്. അതെ എന്നാണ് അവരോടുള്ള ഉത്തരം. മനസ്സിലായോ? അതെ, നിങ്ങളെയൊക്കെ ബൈബിൾ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം അയ്യപ്പനെയും തങ്കപ്പനെയും ഒക്കെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളുടെ നേതൃത്വത്തിന്റെ സ്ഥിതി ഇതാണ്. അവർക്ക് ബൈബിൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തെ ഉയർത്താൻ, ദൈവത്തിന് മഹത്വം കരയറ്റാൻ, ദൈവത്തിന് പുകഴ്ച കൊടുക്കാൻ അവർ തയ്യാറുമല്ല. ദൈവം ചെയ്തിട്ടുള്ള മഹാപ്രവൃത്തികളെ അവർ ഒരിക്കലും ജനങ്ങളോട് പറയുകയുമില്ല. നാട്ടിലേക്ക് എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് വഴികാട്ടുന്ന പരിപാടിയാണ് അവരൊക്കെ ചെയ്യുന്നത്. വണ്ടിക്കാളയ്ക്ക് പുല്ലില്ലാതിരിക്കുമ്പോഴാണോ ഞൊണ്ടിക്കാളയ്ക്ക് വൈക്കോല് കൊടുക്കാൻ നിൽക്കുന്നത്? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ചൊല്ല്? ഇവരുടെ നേതൃത്വമേ ഇങ്ങനെയാണ്. നിങ്ങളുടെ നേതൃത്വമേ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം പറയണോ? അണികളുടെ കാര്യം പറയണോ? ദൈവത്തെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചോ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ചോ നിങ്ങളുടെ നേതൃത്വവും ഒരക്ഷരം മിണ്ടുകയില്ല, നിങ്ങളും മിണ്ടുകയില്ല. പകരം പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നടക്കും. ഞങ്ങളൊക്കെ തോമാസ് ലീഹയുടെ കാലത്ത് ക്രിസ്ത്യാനികളായവരാണ്, ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും നീ വരണ്ടടാ എന്നും പറയും. ഇതൊക്കെ കണ്ടു മടുത്തിട്ടാടാ ദൈവം അയ്യപ്പനെയും തങ്കപ്പനെയും ഒക്കെ എഴുന്നേൽപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ നിനക്കൊക്കെ? ഇനിയെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ നോക്ക്. മേത്തന്മാർക്ക് റാൻ മൂളി നടക്കുന്ന ഈ യൂഹാനോൻ മേത്ത് റാനെ പോലെയുള്ള വെള്ളതേച്ച ശവക്കുഴിമാടങ്ങളിൽ നിന്ന് എത്രയും വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഓടി രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. ഈ മേത്രാൻ പറഞ്ഞല്ലോ, അടിമത്തം ഇസ്രായേലരുടെ സ്വത്വബോധത്തിനെതിരാണെന്ന്. അത് അയാൾക്ക് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. ഇസ്രായേൽ ജനതയുടെ ചരിത്രം നോക്കിയാൽ അവർ ഏറിയ കൂറും അടിമത്തത്തിലാണ് കഴിഞ്ഞിരുന്നതെന്ന് കാണാം. അവരൊരു രാഷ്ട്രമായി രൂപപ്പെടുന്നത് തന്നെ മിസ്രൈമിൽ അടിമത്തത്തിൽ കഴിയുമ്പോഴാണ്. അത് കഴിഞ്ഞ് കനാൻ നാട്ടിൽ അവരെത്തിയതിനു ശേഷം ന്യായാധിപന്മാരുടെ കാലത്ത് പലപ്പോഴും അവർ അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നീട് രാജാക്കന്മാരുടെ കാലത്ത് കുഴപ്പമുണ്ടായില്ല. ആ കാലം അവസാനിച്ചപ്പോൾ അശൂര്യർ വന്ന് വടക്കേ രാജ്യമായ ഇസ്രായേലിനെ അടിമകളാക്കി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ബാബിലോണിയർ വന്ന് തെക്കേ രാജ്യമായ യഹൂദ്യയെ അടിമകളാക്കി കൊണ്ടുപോയി. 70 കൊല്ലം കഴിഞ്ഞ് അവരിൽ പലരും തിരിച്ചു വന്നു. അപ്പോഴും അവർ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിന്റെ കീഴിലായിരുന്നു. ഓർക്കണം, സ്വതന്ത്രമായിട്ടല്ല വരുന്നത്. ഈ ബാബിലോണിയൻ സാമ്രാജ്യത്തെ തകർത്തിട്ട് മേദ്യ പാർസ്യ സാമ്രാജ്യം അധികാരത്തിൽ വന്നു. അപ്പൊ ആ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് ഇവരെ സ്വതന്ത്രരാക്കി വിടുന്നത്. അപ്പോ അവർ സ്വതന്ത്രരായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യമൊന്നുമില്ല. ആ പ്രദേശം മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ കീഴിലാണ്, അത് അവരുടെ അടിമത്തത്തിന്റെ കീഴിലാണ്. പിന്നീട് ഇത് ഗ്രീക്കുകാരുടെ കയ്യിലേക്ക് വന്നു. അപ്പൊ ഗ്രീക്കുകാരുടെ അടിമത്തത്തിന്റെ കീഴിലേക്ക് പോയി. അത് കഴിഞ്ഞ് ടോളമി, അലക്സാണ്ടർക്ക് ശേഷമുള്ള ആ ടോളമിയുടെ കീഴിലേക്ക് പോയി. അത് കഴിഞ്ഞ് സെലൂസിദുകളുടെ കീഴിലായിരുന്നു, അവരുടെ അടിമത്തത്തിന്റെ കീഴിലായിരുന്നു. അത് കഴിഞ്ഞ് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലേക്ക് വന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്തിലൊക്കെ അവര് റോമാക്കാരുടെ കീഴിൽ അടിമത്തത്തിൽ ഇരിക്കുകയാണ്. പിന്നീട് ബൈസന്റിയൻ സാമ്രാജ്യത്തിന്റെ കീഴിലേക്ക് പോയി. അത് കഴിഞ്ഞ് സസാനിഡ് സാമ്രാജ്യത്തിന്റെ കീഴിൽ അടിമകളായിരുന്നു. അത് കഴിഞ്ഞ് ഉമയ്യാദ് ഫാത്തിമത്ത് സാമ്രാജ്യങ്ങളുടെ കീഴിലായിരുന്നു. അത് കഴിഞ്ഞ് കുരിശുദ്ധ പോരാളികളുടെ കീഴിലായിരുന്നു. അത് കഴിഞ്ഞ് അയ്യൂബിദ് അറബ് കുർദിഷ് സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. അത് കഴിഞ്ഞ് ഈജിപ്തിലെ മംലൂക്കുകളുടെ കീഴിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലേക്ക് പോയി. അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിലിരിക്കുമ്പോഴാണ് 1948 മെയ് 14 സ്വതന്ത്ര ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ BC 600 അല്ലെങ്കിൽ 700ന്റെ അവസാന കാലഘട്ടം. ആ സമയത്താണ്
ഈ തെക്കേ രാജ്യമായിരിക്കുന്ന യഹൂദ്യ അടിമത്തത്തിലേക്ക് പോകുന്നത്. നെബൂഖദ്നേസറിന്റെ കയ്യിലേക്ക് ഈ പ്രദേശം പോയതിനു ശേഷം അവർക്ക് പിന്നെ ഒരു സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിക്കാൻ പറ്റുന്നത് AD 1948-ലാണ്. ഏതാണ്ട് 2500 വർഷത്തോളമാണ് ആ ഭൂപ്രദേശവും അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനവും വിദേശികളുടെ കീഴിൽ അടിമത്തത്തിലിരുന്നത്. ഇടയിൽ ഏതാണ്ട് ഒരു 100 വർഷത്തോളം കാലം ലേവി ഗോത്രത്തിൽപ്പെട്ട ഹാസ്മോണിയൻ രാജവംശത്തിന്റെ ഭരണം ഉണ്ടായിരുന്നു. മൊത്തം പ്രദേശത്തല്ല, കുറച്ചു ഭാഗത്ത് അവരുടെ ഭരണം ഉണ്ടായിരുന്നു. അതാണെങ്കിൽ നമുക്ക് അത് കുറയ്ക്കാം. അത് കുറച്ചാൽ ഏതാണ്ട് 2450 വർഷത്തിലധികം ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ഇസ്രായേലിയർ അല്ലെങ്കിൽ യഹൂദന്മാര് അടിമത്തത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. മനസ്സിലായോ? അടിമത്തം ഇവരുടെ സ്വത്വത്തിന് നിരക്കുന്നതല്ല എന്ന് ഇയാൾ പറഞ്ഞത് വിവരക്കേടാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഇനി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ യഹൂദന്മാരുടെ അവസ്ഥയോ? അവരും അടിമത്തത്തിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. കേരളത്തിൽ അവർ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ മറ്റിടങ്ങളിലെല്ലാം അവർ അടിമകളെക്കാൾ കഷ്ടമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അവിടങ്ങളിലൊന്നും അവർ യാതൊരു റെസിസ്റ്റൻസും ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലായോ? ഒരു റെസിസ്റ്റൻസും അവരുണ്ടാക്കിയിട്ടില്ല. പിന്നെ ചിലയിടങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള പീഡനങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ചടിച്ചിട്ടുണ്ട്. അത് അപ്പോഴത്തെ ആ ഇതിനു വേണ്ടിയിട്ട്, അല്ലാണ്ട് ഒരു ഗൂഢാലോചനയൊക്കെ നടത്തിയിട്ട് നമ്മളൊരു വിപ്ലവം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു പ്രതിരോധം ഉണ്ടാക്കണം, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്നത് സ്വാഭാവികമാണല്ലോ. അടിയിട്ട് വേരടിക്കുമ്പോൾ തിരിച്ചടിക്കും. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതല്ലാതെ ഒരിടത്ത് ഇവരങ്ങനെ ഒരു റെസിസ്റ്റൻസും ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ചരിത്രബോധം വേണം. മനസ്സിലായോ? ചരിത്രബോധം. സുഡാപ്പി സുനിതയുടെ ചാനലിൽ പോയിരുന്ന് മേത്തന്മാർക്ക് ഓശാന പാടുന്ന ഇയാൾക്കൊക്കെ എന്ത് ചരിത്രബോധമാണുള്ളത്? യാതൊരു ചരിത്രബോധവും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിവരക്കേട് പറഞ്ഞത്. ബൈബിളിലും ഇവർക്ക് വരുത്താനില്ല, ചരിത്രത്തിലും ഇല്ല. എന്നാൽ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഞങ്ങളുടെ ദൈവം നിങ്ങൾക്ക് പരിചയമുള്ള ദൈവസങ്കല്പങ്ങളിൽപ്പെട്ടവനല്ല. തന്റെ വചനം പറയാൻ വേണ്ടി ഞങ്ങളുടെ ദൈവം കണ്ട അണ്ടനെയും അടവോടനെയും ചെമ്മാനെയും ചെരുപ്പുകുത്തിയെയും പാമരനെയും പറയനെയും പുലയനെയും ഒക്കെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, നല്ല സുന്ദരമായിട്ട് അവരെ കൊണ്ട് തന്റെ വചനം പ്രസംഗിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. കുടുംബ മഹിമയും പാരമ്പര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് എരിവ് ജനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം അതൊക്കെ ചെയ്യുന്നത്. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കുമെന്ന് ഇസ്രായേൽ മക്കളോട് മോശയിലൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ജനതയ്ക്ക് എരിവ് വരുത്താൻ ദൈവം അങ്ങനെ ചെയ്യുമെങ്കിൽ ഇസ്രായേലുമായി ജഡപ്രകാരം യാതൊരു ബന്ധവുമില്ലാതെ ഇന്ത്യയിൽ കിടക്കുന്ന നിങ്ങളെയൊക്കെ ദൈവം വെറുതെ വിടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളെ പോലെയുള്ളവരെ ദൈവം വിളിച്ചുകൊണ്ടുവരും, എന്നിട്ട് നിങ്ങളുടെ മുൻപിൽ അങ്ങ് നിർത്തും, നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി. ജാതിവെറിയും പാരമ്പര്യഭ്രാന്തും പിടിച്ചു നടക്കുന്ന നിങ്ങൾ അത് ഇനിയെങ്കിലും മനസ്സിലാക്കി വെച്ചോ. കണ്ട അയ്യപ്പനും തങ്കപ്പനും ഒക്കെയാണോടാ ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കാൻ വരുന്നതെന്ന് ചോദിക്കുന്നില്ല, ചോദിക്കുന്നവരോടാ പറയുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.